റൈറ്റ്. സി ദാവൂദിലേക്ക് കൂടി. ദാവൂദ്, ഇവിടെ ഒരു തരത്തിലുള്ള പ്രതീക്ഷയും ഇല്ല എന്ന തോന്നലാണ് ഇപ്പോഴും ഉള്ളത്. കാരണം ആയുധം താഴെ വയ്ക്കാൻ ഹമാസ് തയ്യാറാവില്ല. ആയുധം താഴെ വയ്പ്പിക്കുക എന്നുള്ള നെതന്യാഹുവിൻ്റെ ലക്ഷ്യം. ഇതിനിടയിൽ ട്രംപിന് തൻ്റെ താൽക്കാലികമായ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കുറെ കൂടി പ്രൊലോങ്ഡ് ആയിട്ടുള്ള, കുറെ കൂടി നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായി മാറുമോ? അജിംസി, ഈ ട്രംപ് മുന്നോട്ട് വെച്ച 20 നിർദ്ദേശത്തിൽ ഏറ്റവും അപകടകരമായ ഒരു ഹമാസിനെ കുറിച്ച് ആലോചിക്കുമ്പം ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു പ്രൊവിഷൻ എന്ന് പറയുന്നതാണ് ഡിസാർമെൻറ്റ് ഓഫ് ഹമാസ്, അല്ലെങ്കിൽ ഡിസാർമെൻറ്റ് ഓഫ് പാലസ്റ്റൈൻ ഫാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ ട്രംപിൻ്റെ 20 നിർദ്ദേശങ്ങൾ വന്നപ്പോൾ സാമാന്യമായിട്ട് എന്തായിരുന്നു അതിനെക്കുറിച്ച് ധരിച്ചത്, ഇത് ഹമാസ് ഒരു നിലക്കും അംഗീകരിക്കാൻ പോകുന്നില്ലാണ്. പക്ഷേ ഹമാസ് അതിൽ എടുത്തിരിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, പ്രത്യക്ഷത്തിൽ ട്രംപിൻ്റെ പദ്ധതിയെ അനുകൂലിക്കുന്നു തോന്നിക്കുകയും അതേസമയം ഫലത്തിൽ അതിനെല്ലാം തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് അവരുടെ മറുപടിയിൽ സ്വീകരിച്ചത്. പക്ഷേ അതേസമയം അത് വളരെ വളരെ വലിയൊരു ഡിപ്ലോമാറ്റിക് ലാംഗ്വേജിലാണ് അവർ ആ റെസ്പോൺസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ഡിസാർമെൻറ്റുമായി ബന്ധപ്പെട്ട ഭാഗത്തെക്കുറിച്ച് അവരെന്താ പറയുന്നത്? ഞങ്ങൾ ഡിസാർമെൻറ്റ് അംഗീകരിക്കില്ല എന്നല്ല പറയുന്നത്. ഹമാസിൻ്റെ ഡിസാർമെൻറ്റ് അല്ലെങ്കിൽ പലസ്തീനോ ഫാക്ഷൻസിൻ്റെ ഡിസാർമെൻറ്റ് എന്ന് പറയുന്നത് അത് പലസ്തീൻ സ്റ്റേറ്റ് യാഥാർത്ഥ്യമായ ശേഷം സംഭവിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ പലസ്തീൻ സ്റ്റേറ്റ്ഹുഡായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടിസ്ഥാനപരമായി അവരുടെ പൊസിഷൻ എന്താണ്? ഈ പറയുന്ന പ്രശ്നങ്ങൾ എവിടെയാണ് പരിഹരിക്കപ്പെടുന്നത്? പലസ്തീൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഞങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൻ്റെ റൂട്ട് കോസ് അത് പരിഹരിക്കുന്നതിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ അജിംസ് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു എൻഡ് ഓഫ് ദ ഡേ ഇതെങ്ങനെ പരിഹരിക്കുകയെന്ന് വെച്ചാൽ പലസ്തീൻ സ്റ്റേറ്റ്ഹുഡ് തന്നെയാണ് ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഈ പറയുന്ന പീസ് പ്രോസസ്സിനെ അതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഹമാസിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ നെതന്യാഹുവിൻ്റെ ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഐസിസിന് വേണ്ടി പ്രത്യേക രാജ്യം ഉണ്ടാക്കി കൊടുക്കുമോ, ഹമാസിന് രാജ്യം ഉണ്ടാക്കലാണോ നിങ്ങൾ ചെയ്യുന്നത്? അത് UN അദ്ദേഹം അത് തന്നെയാണ് പ്രസംഗിച്ചത്. എന്ന് വെച്ചാൽ 9/11 ശേഷം ന്യൂയോർക്ക് സിറ്റിക്ക് പുറത്ത് നിങ്ങളൊരു ഐസിസിന് അൽഖായിദക്ക് ഒരു രാജ്യം ഉണ്ടാക്കി കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ താരതമ്യത്തിന് അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട് ഇവിടെ. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഐസിസിനെ അൽഖായിദയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആരാണെന്നുള്ളതാണ്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇസ്രായേലാണ്. കാരണം അവിടെ പലസ്തീനികളുടെ ഭൂമി കവർന്നെടുത്ത് അവിടെ ഒരു രാജ്യം ഉണ്ടാക്കി ആ നാട്ടുകാരെ ഓടിച്ച് ഭീകരവാദ പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കപ്പെട്ട ഒരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ മർമ്മമാണ്, ഇസ്രായേലിൻ്റെ അസ്തിത്വം തന്നെയാണ് ഈ പ്രശ്നത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. പക്ഷേ സാമാന്യമായിട്ട് ഇസ്രായേലോ അല്ലെങ്കിൽ അതിൻ്റെ പിതാക്കളായിട്ടുള്ള ബ്രിട്ടനോ പിന്നീട് സ്പോൺസർമാരായിരുന്ന അമേരിക്കയോ അവരൊക്കെ ധരിച്ചിരുന്നത് ഇത് കാലക്രമത്തിൽ ഒരു തലമുറ കഴിയുമ്പോഴേക്ക് ഇത് നോർമലൈസ് ചെയ്യപ്പെടുമെന്നായിരുന്നു. അപ്പോൾ ആ ഒരു നോർമലൈസേഷൻ്റെ പാരമ്യത്തിലെത്തി ലോകത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൻ്റെ സ്വഭാവം, നമുക്ക് പുതിയൊരു മിഡിൽ ഈസ്റ്റ് പിറക്കാൻ പോവുകയാണ് എന്ന് നെതന്യാഹു 2023 നവംബറിൽ UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഒക്ടോബർ 7 സംഭവിക്കുന്നത്. അപ്പോൾ നോർമലൈസേഷൻ എന്ന് പറയുന്നത് പലസ്തീനികളുടെ കാര്യത്തിൽ സാധ്യമല്ല. കാരണം സാധാരണ ഇത്തരം പൊളിറ്റിക്കൽ കോസ് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഒരു തലമുറയുടെ അങ്ങേത്തല എത്തുമ്പോൾ തന്നെ അതില്ലാതായിപ്പോയി. എന്താണ് ഫെയ്ഡ് അവേ എന്ന് പറയുന്നൊരു സംഗതിയാണ് സംഭവിക്കുന്നത്. ഇതങ്ങനെയല്ല. 3-ാം തലമുറയിൽ എത്തുമ്പോഴും 1-ാം തലമുറയുള്ളതിനേക്കാൾ തീവ്രമായി ഈ പലസ്തീൻ കോസ് എന്ന് പറയുന്ന വികാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നോർമലൈസ് ചെയ്യപ്പെടും.